ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏടുകളെക്കുറിച്ചും അള്ളാഹുവിങ്കിൽ നിന്ന് ഇറക്കപ്പെട്ടതായ 4 വേദഗ്രന്ഥങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞിരുന്നത്. ഇതിൻ്റെ തുടർച്ചയാണ്. ഈമാനുനാ ബിയൗമിൻ ആഖിരിൻ വജാബ് വകുല്ലി മാ കാന ബിഹി മിനൽ അജാബ്. ഈമാനുന നാം വിശ്വസിക്കലാകുന്നത് ബിയൗമിൻ ആഖിരിൻ അവസാനമായ ഒരു ദിവസത്തെക്കുറിച്ച്, അഥവാ അന്ത്യനാളിനെ കുറിച്ച്. ഈ ദിവസങ്ങളൊക്കെ അങ്ങ് ചെന്ന് ഒരവസാനം ഒരു ദിവസം ഉണ്ടാകും, അങ്ങനെ ഈ ലോകം തന്നെ നിഷ്പ്രഭമായി പോകും, ഇല്ലാതെയായി പോകും എന്ന് വിശ്വസിക്കൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് നിർബന്ധമാണ്. വജബ്, അത് നിർബന്ധമാണ്. പിന്നെന്തും വിശ്വസിക്കണം. കുല്ലിമ എല്ലാ ഓരോന്നിനെയും കാന ഒന്നുണ്ടായിട്ടുണ്ട് ബിഹി ഈ അന്ത്യനാളിൽ ഉണ്ടാകാൻ പോകുന്ന, അതും അതിനുശേഷം ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ. എന്തിനാൽ മിനൽ അജബ്, അത്ഭുതങ്ങളാൽ. അതെന്തൊക്കെ? മഹ്ശർ ഉണ്ടാകും, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. മഹ്ശറ എന്ന ഒരു സഭയിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. അവിടെ ശേഷം നന്മ തിന്മകൾ പരിശോധിക്കും. അതുപോലെ സിറാത്ത് എന്ന പാലം ഉണ്ടാകും, ഹൗദുൽ കൗസർ ഉണ്ടാകും, നരകം, സ്വർഗം, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് മുത്തുനബി പഠിപ്പിച്ച ആ കാര്യങ്ങളൊക്കെ വിശ്വസിക്കൽ നിർബന്ധമാണ്. ഖാത്തിമത്തും ഫീ ദിക്രി ബാക്കിൽ വാജിബി മിമ്മാ അലാ മുകല്ലഫിൻ മിൻ വാജിബി. ഖാത്തിമത്തുൻ, ഇതൊരു പര്യവസാനമാണ്, ഇതൊരു കൺക്ലൂഷനാണ്. ഫീ ദിക്രി ബാക്കിൽ വാജിബി, അവശേഷിക്കുന്ന നിർബന്ധമായ കാര്യങ്ങളെ പറയുന്നതിലുള്ള. മിമ്മ, എന്തിൽ നിന്ന് അവശേഷിക്കുന്ന? മിമ്മ, ഒന്നിൽ നിന്ന്. അലാ മുകല്ലഫിൻ, പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവൻ്റെ മേൽ. മിൻ വാജിബ്, നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ നിന്ന്. അപ്പം പ്രായപൂർത്തിയും ബുദ്ധിയും ഒക്കെ ഉള്ള ആളുകൾ നിർബന്ധമായും മുത്തുനബിയുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കേണ്ട ചില കാര്യങ്ങളിൽ നിന്നും പറയാനുണ്ട്. അതിൻ്റെ ഒരു ഖാത്തിമയാണ്, ഒരു പര്യവസാനമാണ്. അതാണ് ഇനി താഴെ പറയാൻ പോകുന്നത്. നബിയുനാ മുഹമ്മദുൻ ഖദ് ഉർസിലാ ലിൽആലമീന റഹ്മതൻ വഫുല്ലിലാ. നബിയുന, നമ്മുടെ നബിയാകുന്നത്, നമ്മുടെ പ്രവാചകരാകുന്നത് മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളാണ്. ഖദ് ഉർസില, തീർച്ചയായിട്ടും മുത്തുനബിയെ അയച്ചിട്ടുണ്ട്, നിയോഗിച്ചിട്ടുണ്ട്. ലിൽ ആലമീൻ, സർവ്വലോകരിലേക്കും നിയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഖദ് ഉർസിലിടത്തുള്ള ആലിഫ് ബൈത്തിനു വേണ്ടി കൊടുത്തതാണ്, ഇത്ബാക്കിന് വേണ്ടി കൊടുത്തതാണ്. ലിൽ ആലം, ആലം എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി താല എന്നാണ് ഡെഫിനിഷൻ കൊടുക്കാറുള്ളത്, നിർവചനം കൊടുക്കാറുള്ളത്. അല്ലാഹ് അല്ലാത്ത എല്ലാത്തിനും ആലം എന്നാണ് പറയുക. അപ്പോൾ മുത്തുനബിയെ ആരിലേക്ക് നിയോഗിക്കപ്പെട്ടതാണ്? അല്ലാഹ് അല്ലാത്തതായ മലക്കുകളടക്കമുള്ള എല്ലാവരിലേക്കും നിയോഗിക്കപ്പെട്ടതാണ്. എങ്ങനെ നിയോഗിക്കപ്പെട്ടു? റഹ്മത്തായ നിലയിൽ നിയോഗിക്കപ്പെട്ടതാണ്. അപ്പോൾ ഫുല്ലില, അവരെ ശ്രേഷ്ഠമാക്കുകയും ചെയ്തിട്ടുണ്ട്. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലീബ് വഹാശീമുൻ അബ്ദു മനാഫി യന്തസീബ്. അബൂ, മുത്തുനബിയുടെ ഉപ്പയാകുന്നത് അബ്ദുല്ല എന്നവരാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ മകനായ അബ്ദുള്ളയാണ്. ഹാഷിമുൻ, ഹാഷിം എന്നവരുടെ മകനായ അബ്ദുൽ മുത്തലിബിൻ്റെ മകനായ അബ്ദുള്ളയാണ്. അബ്ദു മനാഫ് എന്നവരുടെ മകനായ ഹാഷിമിൻ്റെ മകനായ അബ്ദുൽ മുത്തലിബിൻ്റെ മകനായ അബ്ദുള്ളയാണ് മുത്തുനബിൻ്റെ ഉപ്പ. യന്തസിബ്, ഈ പരമ്പര ചെന്നു ചേരുന്നു. ഇലാ അദ്നാൻ, 20ാമത്തെ പിതാമഹനായ അദ്നാൻ എന്നവരിലേക്ക്. മറ്റു നുസ്ഖകളിൽ ഇവിടെ 20 മുത്തുനബിയുടെ പിതാമഹന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ നുസ്ഖയിൽ അത് കാണുന്നില്ല. ഏതായാലും അതിൻ്റെ തുടർച്ച ഇങ്ങനെയാണ്. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശീമുൻ അബ്ദു മനാഫി യന്തസീബ് ഖുസൈ കിലാബുൻ മുറത്തുൻ കാബുൽ ലുഐ ഒലിബ് ഫീറും മാലിക്കുൻ നദറുൻ നുഖൈ കിനാനത്തുൻ ഹുസൈമത്തുൻ മുദിരിക്കാ ഇല്യാസു സുമ്മ മുദിറും കുൻ മുദിരിക്കാ നിസാറുഹും അദ്ദുഹും അദ്നാനി തർത്തീബുഹും മാതാ ബിഹി തിബിയാനി. അപ്പോൾ ഈ 4 വരിയിൽ മുത്തുനബിയുടെ 20 നമ്മൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമായ 20 പിതാമഹന്മാരുടെ പേരുകൾ പറയുന്നുണ്ട്. അത് ഈ നുസ്ഖയിൽ കാണുന്നില്ല, മറ്റു നുസ്ഖകളിൽ കാണുന്നുണ്ട്. അപ്പോൾ നിർബന്ധമായി നമ്മൾ അത് ബൈഹാട്ടാക്കി വെക്കണം. വരിയിൽ പറയുന്നത് വ ഉമ്മുഹു ആമിനത്തു സുഹ്രിയ അർലാതുഹു അലീമത്തു സഅദിയ. ഉമ്മുഹു, മുത്തുനബിയുടെ ഉമ്മയാകുന്നത് ആമിന ബീവിയാണ്. ആ സുഹ്രി എന്ന് പറയുന്ന വല്യുപ്പായുടെ മകനായ വഹബിൻ്റെ മകളായ ആമിന എന്നവരാണ്.
സുഹരി എന്ന് പറയുന്നത് വഹബ് എന്ന് പറയുന്ന ആമിന ബീവിയുടെ നേരെ ഉപ്പായുടെ വല്യുപ്പയാണ്. അപ്പോൾ അതിലേക്ക് ചേർത്തിട്ടാണ് സുഹരി പറഞ്ഞത്. സുഹറി എന്ന് പറയുന്ന ഒരു വല്യുപ്പുണ്ട് ആമിന ബീവിക്ക്, അതിലേക്ക് ചേർത്തിട്ട് പറഞ്ഞതാണ്. അർലാത്തു മുത്തുനബിക്ക് മുലയൂട്ടിയിട്ടുണ്ട്. ആര്? ഹലീമത്തു സാദിയ, സാദിയ ഗോത്രത്തിൽപ്പെട്ട ഹലീമ ബീവി റളിയല്ലാഹു അൻഹ. മൗലിദുഹു ബി മക്കത്തൽ ആമീന വഫാത്തുഹു ബി ത്വയ്ബത്തൽ മദീന. മൗലിദുഹു മുത്തുനബിയുടെ ജനനമാകുന്നത് ബി മക്കത്തൽ അമീന, മക്കയിലാണ്. അൽ അമീനത്തി, അമീന, അമീന എന്ന് പറഞ്ഞാൽ നിർഭയത്വത്തിൻ്റെ അഭയത്തിൻ്റെ വീടായ നാടായ മക്കയിലാണ് മുത്തുനബിയുടെ മൗലിദ് ജനനം. വഫാത്തുഹു മുത്തുനബിയുടെ വഫാത്താകുന്നത് ബി ത്വയ്ബ, മദീനയിലാണ്. അൽ മദീന, ത്വയ്ബയിലാണ് അഥവാ അൽ മദീന, മദീനയിലാണ്. ത്വയ്ബ എന്നും മദീന എന്നും മദീനയെക്കുറിച്ച് പറയാറുണ്ട്, അതാണ് അങ്ങനെ പറഞ്ഞത്. അത്തമ്മ ഖബലൽ വഹി അർബഈന വ ഉംറുഹു ഖദ് ജാവസ സിത്തീന. അത്തമ്മ മുത്തുനബി പൂർത്തിയാക്കിയിട്ടുണ്ട് ഖബലൽ വഹി, അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം, നുബുവത്തിൻ്റെ വഹി എത്തുന്നതിൻ്റെ മുമ്പ് മുത്തുനബി പൂർത്തിയാക്കിയിട്ടുണ്ട് അർബഈന, 40. അപ്പോൾ 40 വയസ്സായതിനു ശേഷമാണ് മുത്തുനബിക്ക് നുബുവത്ത് കിട്ടുന്നത്. വ ഉംറുഹു മുത്തുനബിയുടെ വയസ്സാകുന്നത് കത് തീർച്ചയായിട്ടും ജാവത അത് വിട്ടുകടന്നിട്ടുണ്ട് സിത്തീന 60. അതായത് മുത്തുനബിക്ക് വഫാത്താകുമ്പോൾ 63 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ മുത്തുനബിൻ്റെ മക്കളെക്കുറിച്ചും അതുപോലെ ആല് സ്വഹബിനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. വസല്ലല്ലാഹു അലാ ഖൈറിൽ ഖസീന നബിയുൽ ഉമ്മി വഅലാ ആലിഹി വസല്ലം. അസ്സലാമു അലൈക്കും.